കാരണം ഇന്ന് ഞാൻ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേക കുടുംബങ്ങൾ തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. ഒരു വണ്ടി ആക്സിഡന്റ് വന്ന് കിടക്കുന്നവൻ അത് ഇന്നും ആ കിടപ്പ് കിടക്കുന്നു. അവനൊരു രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നില്ല. അവനൊരു സ്വസ്ഥതയില്ല. അവൻ്റെ മക്കൾ എല്ലാം വളരെ ഞെരുങ്ങിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കഷ്ടപ്പെട്ടു പോകും. ഇന്ന് ലോകം മുഴുവൻ നോക്കുമ്പോൾ മാരക രോഗം കൊണ്ട് മനുഷ്യനെല്ലാം പൊറുതിമുട്ടി. ഉള്ളത് മുഴുവനും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തിട്ടും ഡോക്ടർമാരെ കുറിച്ചതെല്ലാം മരുന്നെല്ലാം കഴിച്ചിട്ടും ഓപ്പറേഷനെല്ലാം ചെയ്തിട്ടും അവസാനം അവനൊരു നിത്യരോഗിയായി മരിക്കുന്നു. അവൻ്റെ ആത്മാവ് എവിടെ പോകും? അവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവൻ വിഗ്രഹങ്ങളെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവൻ്റെ പ്രാർത്ഥന മുഴുവൻ വിഗ്രഹങ്ങളോടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ചതിച്ചു. ആ ചതി എന്തായിരുന്നു? നമ്മുടെ പാരമ്പര്യമാണ്. നമ്മുടെ പാരമ്പര്യം നമ്മളെ ചതിച്ചു. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ ജനിച്ചപ്പോൾ ആ പാരമ്പര്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്ക് കൂട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സകല പാവവും ക്ഷമിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്ന നമ്മുടെ പ്രാണപ്രിയനായ യേശു കർത്താവിനെ വിശ്വസിക്കുക. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനായ ദൈവമാണ്. അവൻ നിത്യപിതാവാണ്. അവൻ സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അവൻ സമാധാന പ്രഭുവാണ്. അവൻ നിത്യപിതാവ്, സമാധാന പ്രഭു, അത്ഭുതമന്ത്രി, വീരനായ ദൈവം എന്ന് പേർ വിളിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടിയാണ് മരിച്ചിരിക്കുന്നത്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ, ദൈവപുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാനാണ് യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഒന്നാം മനുഷ്യനായ ആദാമിൻ്റെ പാപം മൂലം സകല മനുഷ്യരും പാപികളായിത്തീർന്ന മനുഷ്യർക്കാർക്കും നിത്യതയിൽ പ്രവേശിപ്പാൻ സാധിക്കാത്തത് കൊണ്ട് പിതാവായ ദൈവം നമ്മൾ സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീരേണ്ടി വന്നു. അങ്ങനെ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ട് നമ്മളെ പാപത്തിൽ നമ്മളെ മോചിച്ചു, നമുക്ക് മോചനം ലഭിച്ചു.